ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് കറാമിയിലാണ്. അപ്പോൾ കറാമിയിൽ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ വരിക. മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നു. അതോടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, നല്ല വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നോക്കുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഈ സ്ഥലമാണ് കറാമ. ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. ആ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ, കോംബോ കാര്യങ്ങളൊക്കെ അല്ലേ. അത് ഞങ്ങളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാൻ വേണ്ടി പോവാം. പോയോക്കട്ടെ എന്താ മട്ടത്തിലൊക്കെ വന്നോട്ടാ. ഇത് വൈറ്റ് റൈസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് കോഴിക്കോട് രാമനാട്ടക്കല്ല കമ്പനിൻ്റെ ആണ്. ലൈവായിട്ട് ഫുഡൊക്കെ കൊണ്ടുപോകണം കണ്ടു. എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കഴിച്ചിട്ട് പറഞ്ഞത് ഇവിടെ അവിടെ വേറെ എവിടെ കയറുമെന്ന് ഉറപ്പില്ല. വളരെ അടിപൊളി കാറ് കണ്ടത്. പേരൊന്നും എനിക്കറിയില്ല. സംഭവം സൂപ്പറാണ്. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഒഴിഞ്ഞേരിയ മാറ്റി തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആവുന്നതാണോ. ഇതിൻ്റെ അപ്പുറം ബുർജുമാനാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് ബുർജുമാനാണ്. ഞാൻ നടന്നുകൊണ്ട് നടക്കുന്നേ ഞങ്ങള് എവിടേക്കാ എത്തിപ്പെടാന്നൊന്നും അറിയില്ല. പക്ഷെ അതിന് മുന്നേ വേറെ ഫ്രെയിം ഇതാട്ടോ, ദുബായ് ഫ്രെയിം. ഇതാണ് ദുബായ് ഫ്രെയിം. എവിടെ നോക്കിയാലും മലയാളീസ്. വേറെ റെസ്റ്റോറൻറ്റ് ഇവിടെ എങ്ങനെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങള് വേറെ ഗില്ലിക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരനാവുമ്പോൾ അപ്പൊ എല്ലാവർക്കും അവർക്കൊക്കെ ഇവിടെ എല്ലാ ആൾക്കാർ തന്നെയാണ്. ജോലി ചെയ്യുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അത് ഞങ്ങളിങ്ങനെ പോയി കൊടുക്കുക. ഭയങ്കര രസമാണ്. കാരണം ഇവിടെ മലയാളീസുകളാണ് ഏറ്റവും കൂടുതൽ. ഇത് കറാമ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളീസുകളാണ് ഏറ്റവും കൂടുതൽ. മലയാളീസുകൾ തിങ്ങി പാർക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ 2-3 പറയുന്നുട്ടോ. ഞാൻ വെറുതെ ഒരു വേറെ ഒന്നും ആയിട്ട് കരുതണ്ട, അതിനോട് പറയാനോന്ന് ചോദിച്ചിട്ട് ഒരു സംഭവമാണ്. എന്തായാലും ദുബായിൽ വന്നിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ പറ്റിയെങ്കിൽ ഒരു നല്ലൊരു ഇതല്ലേ. കണ്ടോ, ചിറ്റ്ലാപ്പള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഓരോ സ്വർണ്ണക്കടകളാണ്. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ചെന്നൊരു ഫീലിംഗ് ആണ് കറാമിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കറാമിയിൽ ഒരു ലുലു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അതിൻ്റെ അവിടേക്കാണ് കയറാൻ പോണേ. കറാമിയിൽ ഇതാണ് ലുലു സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തന്നിട്ടില്ല. ഇതാണ് കറാമിയിലെ പാർക്ക്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുക. കാണാനൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ നമ്മളെ നാട്ടിലെ മലയാളികൾ അല്ലേ, അവർക്ക് ഇരിക്കാൻ വന്നാൽ പിന്നെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ വേണ്ടി മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാർക്ക്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ കറാമ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത് ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല, നമ്മൾ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാം ഫുഡിൻ്റെയൊക്കെ. കാണുമ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനോ എൻജോയ് ചെയ്യാനോ വന്നിരിക്കണ ഇതാണ്. എൻജോയ് ചെയ്യാന്നാണ് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ടൈം പാസ് വന്നിട്ടിരിക്കുക. ഞായറാഴ്ച ദിവസം ശനി ഞായറൊക്കെ ലീവില്ല ദിവസമൊക്കെ വന്നിട്ട് അടിച്ചുപൊളിയായിട്ടിരിക്കുക. മക്കളെ കൊണ്ടായാലും ഫാമിലി ആയാലും എല്ലാ കപ്പിൾസ് ആയാലും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അത് തന്നെ. കറാമ പാർക്ക് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാനായിട്ടത്തില്ല. ഇതൊന്നും എത്തിയിട്ടില്ല. ഇത് ദുബായിലെ ഫസ്റ്റ് ലുലു അത്രയും. അപ്പൊ നിങ്ങളത് ഇത് ശരിയാണോ തെറ്റാ, അല്ലെങ്കിൽ അത് ഫസ്റ്റ് അവിടെ തുടങ്ങിക്കോളുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും കേട്ടില്ലേ. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടതാണ്. ഇതത്ര കറാമ സെന്റർ. ഇതാണ് കറാമ സെന്റർ കേട്ടോ. കറാമ സെന്റർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ പോകാനല്ലേ പരിപാടി കേട്ടോ.
പോയോക്കട്ടെ. വിലയൊക്കെ പറയുന്ന റെസ്റ്റോറൻറ്റ് അലാഖിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്, കറാമിലാണ്. ഒന്ന് പോയി നോക്കട്ടെ എന്താ പാടെന്നുള്ളത്. നമുക്കറിയാലോ, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. KFCൻ്റെയും മറ്റേതിൻ്റെ മുട്ടായി കടകളൊക്കെ ഒരുപാടുണ്ട്. നമ്മളൊരു കോഴിക്കോടൻ റെസ്റ്റോറൻറ്റ്, സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ കറാമി തന്നെ കേട്ടോ ഇതൊക്കെ. ഒരു പൂവൊക്കെ ഉണ്ടാക്കിയൊരു സാധനം കണ്ട് കാണാൻ രസമുണ്ട്. കയ്യൊക്കെ കെട്ടിയിട്ടുള്ളൊരു ഇതാണ് സംഭവം. അങ്കമാലി തട്ടുകട. അങ്കമാലി തട്ടുകട. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഞങ്ങൾ മെട്രോക്ക് പിടിച്ച് പോകാനുള്ള പരിപാടിയാണ്. രാത്രി ടൈം 9:30-10 മണി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.